ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളായ മെസ്സിയും അദ്ദേഹത്തിന്റെ അർജന്റീന ടീമും കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത വലിയ സന്തോഷത്തോടെയാണ് ഇവിടുത്തെ കായിക പ്രേമികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. മെസ്സിയും സംഘവും ഇവിടെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ പന്ത് തട്ടുന്നത് കാണാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ് അവർ ഇപ്പോൾ തന്നെ. പക്ഷേ അതത്ര എളുപ്പമായിരിക്കില്ല. സർക്കാരിന് ഒട്ടേറെ കടമകളുണ്ട് അർജന്റീൻ ടീമിനെ നമ്മുടെ നാട്ടിലെത്തിക്കാനായിട്ട്. അതിൽ പ്രധാനമായും അർജന്റീന താരങ്ങൾക്കുള്ള പ്രതിഫലം തന്നെയാണ്. മെസ്സി ഇല്ലാതെയാണ് എത്തുന്നതെങ്കിൽ 42 കോടി രൂപയോളം ചെലവ് വരും എന്നാണ് കണക്കുകൾ പറയുന്നത്. മെസ്സി ഉണ്ടെങ്കിൽ അത് 45 കോടിയിലേക്ക് കടക്കും. മാത്രവുമല്ല, അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് പറ്റിയ ഒരു എതിരാളികളെ തന്നെ ഇവിടെ എത്തിക്കണം എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ കരുത്തരായ എതിർ ടീം വേണം എന്നുള്ള ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും ഒരു മികച്ച ടീമിനെ കൊണ്ടുവരേണ്ടി വരിക. അതല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ടീമിനെ ആയിരിക്കും കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഫലം വീണ്ടും കൂടും എന്നുള്ളതാണ് സത്യം. അതായത് അർജന്റീൻ ടീമിന് കൊടുക്കുന്ന അതേ പ്രതിഫലം തന്നെ എതിരെ കളിക്കുന്ന എതിരാളിക്കും കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സാരം. ഇന്തോനേഷ്യയിൽ അർജന്റീൻ ടീം കളിക്കാൻ എത്തിയ സമയത്ത് അന്ന് പ്രതിഫലമായി വാങ്ങിയത് 42 കോടി രൂപയായിരുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ കളിക്കാനെത്തുന്ന അർജന്റീന ടീമിനും അത്രയും തുക തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇരു ടീമുകളുടെയും സുരക്ഷാ ചെലവുകൾക്കും വമ്പൻ തുകയാണ് സർക്കാർ കണ്ടെത്തേണ്ടി വരിക. ഒപ്പം ഇരു ടീമുകൾക്കും 7 സ്റ്റാർ ഹോട്ടലിലായിരിക്കണം താമസ സൗകര്യം ഒരുക്കേണ്ടത്. അതുമാത്രമല്ല, രണ്ട് ടീമുകൾക്കും പ്രത്യേകം തയ്യാറാക്കിയ വിമാനവും വേണം. അതിനും വമ്പൻ ചെലവാണ് സംസ്ഥാന സർക്കാരിനെ കാത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വെല്ലുവിളിയായി വരുന്ന മറ്റൊന്ന് നമ്മുടെ കാലാവസ്ഥ കൂടിയാണ്. ജൂണിൽ സാധാരണ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മഴയത്ത് കളി നടക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ ആയതുകൊണ്ട് മഴയും മഞ്ഞും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസം. അതിനൊപ്പം തന്നെ ചർച്ചയാകുന്ന മറ്റൊന്നാണ് വേദി. എവിടെയാണ് അർജന്റീന കളിക്കുക എന്നുള്ളത്. നിലവിൽ കേരളത്തിൽ 2 വേദികളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിരിക്കുന്ന കൊച്ചി കലൂർ സ്റ്റേഡിയമാണ്. ഇതിൽ എവിടെ കളി നടത്താൻ കഴിയും എന്നുള്ളതാണ് പിന്നീട് വരുന്ന മറ്റൊരു പ്രശ്നം. നിലവിൽ ഗ്രീൻഫീൽഡിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അവിടെ 4 പിച്ചുകൾ ഒരുക്കുന്നതിനായി ഓരോ വർഷവും 35 ലക്ഷം രൂപയോളം ആ KCA ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് അധികൃതർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ മത്സരം നടത്തുന്നെങ്കിൽ സ്വാഭാവികമായും ആ 4 പിച്ചുകളും അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സർക്കാർ ചിന്തിക്കാൻ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, KCAക്ക് നഷ്ടപരിഹാരവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഗ്രീൻഫീൽഡ് ആകാൻ വഴിയില്ല. ഒപ്പം പിന്നെ കൊച്ചിയിലേക്കായിരിക്കും മത്സരങ്ങൾ നടത്താനുള്ള സാധ്യത കാണുന്നത്. കാരണം കൊച്ചി ആകുമ്പോൾ മലബാറിൽ നിന്നുള്ള ആളുകൾക്കും തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകൾക്ക് തന്നെ കൃത്യമായ ദൂരം സഞ്ചരിച്ച് കൊച്ചിയിലെത്തി കളി കാണാം എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് എത്തുന്ന വലിയ കാണികളുടെ എണ്ണവും കൊച്ചിയിലെ മത്സരങ്ങൾ നടത്തുമ്പോൾ അത് അഡ്വാൻറ്റേജായി മാറും എന്ന് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. പക്ഷേ അവിടെയും ചില പരിമിതികളുണ്ട്. കൊച്ചിയിലാണ് മത്സരം നടത്തുന്നതെങ്കിൽ അതിന്റെ സുരക്ഷയുടെ ഭാഗമായി 2 ദിവസം സമീപത്തെ കടകളെല്ലാം അടച്ചിടേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ നടക്കുമ്പോൾ മത്സര ദിവസം മാത്രമാണ് അവിടുത്തെ കടകളെല്ലാം അടച്ചിടുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഒരു ഇന്റർനാഷണൽ ടീം അവിടെ മത്സരിക്കാൻ വരികയാണെങ്കിൽ സ്വാഭാവികമായും അർജന്റീനയാണ് അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ സുരക്ഷയുടെ ഭാഗമായി 2 ദിവസം കടകൾ അടച്ചിടേണ്ടി വരുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ഇത്രയും കടമകൾ ഉണ്ടെങ്കിലും വരുമാനത്തെ പറ്റി നമുക്ക് ചിന്തിക്കാവുന്ന ഒന്ന് തന്നെയാണ്. 35,000 പേരെ ഉൾക്കൊള്ളാവുന്നതാണ് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിന്റെ നിലവിലെ കപ്പാസിറ്റി. ജക്കാർത്തയിലെ അർജന്റീനയുടെ കളി കാണാൻ 56,000 പേരാണ് എത്തിയിരുന്നത്. അവിടെ 3,000 മുതൽ 24,000 രൂപയായിരുന്നു ഓരോ ടിക്കറ്റിനും ചാർജ് ചെയ്തിരുന്നത്. അതുപോലെ ഒരു വലിയ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയാൽ മാത്രമേ കൊച്ചിയിൽ കളി നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയുള്ളൂ. അവിടെ 54,000 കാണികളാണ് വന്നതെങ്കിൽ കൊച്ചിയിൽ പക്ഷേ അത്രയും കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മെസ്സി എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള കാണികൾ കൊച്ചിയിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 34,000 സീറ്റ് കപ്പാസിറ്റി ഉള്ള നമ്മുടെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ അതിൽ കൂടുതൽ ആളുകൾ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. 34,000 കൂടുതൽ കാണികളെ അവിടെ കയറ്റാൻ കഴിയില്ല എന്നുള്ള നിയമവും അവിടെ പ്രസക്തമായി വരും. അതുകൊണ്ട് ടിക്കറ്റ് ചാർജ് വളരെ കൂടുതലായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ വലിയ തരത്തിലുള്ള സ്പോൺസർഷിപ്പ് ഈ മത്സരത്തിന് ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. പ്രത്യേകിച്ച് ഇതിന്റെ സംരക്ഷണ അവകാശം മാത്രമായി 10 മുതൽ 15 കോടി രൂപയ്ക്ക് വരെ വിറ്റുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് അർജന്റീന ടീമിന് ഏതെങ്കിലും ചാനൽ ഗ്രൂപ്പുമായി സംരക്ഷണ കരാർ ഉണ്ടെങ്കിൽ അത് ഒരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ജിയോയ്ക്കോ ഇല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സിനോ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിനാണ് നമ്മളിത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 10 മുതൽ 15 കോടി രൂപ വരെ നമുക്ക് റവന്യൂ ആയി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനുപരി കേരളത്തിൽ എവിടെ മത്സരം വെച്ചാലും അത് കാണാനെത്തുന്ന നമ്മുടെ മലയാളത്തിന്റെ ഇല്ലെങ്കിൽ കേരളീയരുടെ ഒരു ഫുട്ബോൾ ഭ്രാന്ത് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് തിരുവനന്തപുരത്ത് മത്സരം നടന്നാലും കൊച്ചിയിൽ മത്സരം നടന്നാലും ഇനി കോഴിക്കോടാണ് മത്സരം നടക്കാൻ പോകുന്നതെങ്കിലും അവിടെ ആളുകൾ ഒഴുകിയെത്തും എന്ന കാര്യം സംശയം വേണ്ട. പക്ഷേ സംസ്ഥാന സർക്കാരിന്
ഇത്രയും വലിയ കടമ്പകളെല്ലാം കടക്കേണ്ടിയിരിക്കുന്നു, ഇത്രയും വലിയൊരു തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ തുക കണ്ടെത്താൻ കഴിഞ്ഞാൽ അതെന്തായാലും സ്പോൺസർമാർ വിചാരിച്ചാൽ ഇതൊക്കെ നടന്നു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന് സർക്കാർ കുറച്ചുകൂടി നന്നായി പണിയെടുക്കേണ്ടി വരും. ഇത്രയും കടമ്പകൾ മറികടക്കാൻ കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് മെസ്സിയും സംഘത്തെയും ഇവിടെ കൊണ്ടുവരാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ മെസ്സി ലൈവായി കളിക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്ന അവസരം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് സാരം. എന്തായാലും കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അതിനായുള്ള പരിശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്.